ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ആടിൻ്റെ കരളിൻ്റെ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ കരളുകളും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ആടിൻ്റെ ആയതുകൊണ്ടിട്ട് അതിൽ ഇച്ചിരി നമുക്ക് ചോര മണവും അതുപോലെ തന്നെ ഒരു മട്ടിൻ്റെ മണമൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടി ഒരു 1/4 സ്പൂൺ നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് ഈ പറയും പോലെ വിനാഗിരി ചേർക്കാം. എന്നിട്ട് ഇച്ചിരി ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റത്തേക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും അതിൻ്റെ മണമൊക്കെ മാറിക്കിട്ടും. കരളിലെ ആ ചോരയുടെ ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കൂടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ അതനുസരിച്ചിട്ടുള്ള ഇഞ്ചി. നമുക്കിനി ഇതൊക്കെ ഒന്ന് ഒതുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കുരുമുളകും പെരുംജീരകവും കൂടി ചേർക്കാം. ഒതുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് ഒരു 10-15 മിനിറ്റിലധികം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒന്നും കൂടി കഴുകി വാലി എടുക്കാം. അല്ലെങ്കിൽ അത് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. എല്ലാം 1/2 സ്പൂൺ വീതം വെച്ചാണ്, മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കി എല്ലാം, മല്ലിപ്പൊടി ഉപ്പും ഒഴിച്ച് ബാക്കിയെല്ലാം 1/2 സ്പൂൺ വീതം വെച്ചാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മളിത് പൊടികൾ ചേർത്ത് ചതച്ചൊതുക്കിയത് കൊണ്ടിട്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വേവിക്കണം. ഇച്ചിരി വേവിക്കാൻ വേണ്ടി ഇച്ചിരി സമയം നമുക്ക് എടുക്കേണ്ടി വരും. നല്ലതുപോലെ വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലോട്ടേക്ക് കിടക്കാം. അങ്ങനെ നമ്മളിവിടെ അടുപ്പത്ത് ചീനച്ചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത്. എണ്ണ ചൂടാക്കാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. 1/2 സവാളയാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്, കാരണം നമ്മൾ ചുമന്നുള്ളി അത്രയും ചേർക്കുന്നുള്ളത് കൊണ്ടിട്ട്. ഇതൊന്ന് വാടി വരണേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് സവാള ഇട്ടെന്ന് മാത്രം. അങ്ങനെ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തോട്ട് തന്നെ ഡയറക്റ്റായിട്ട് സവാളയും ഇട്ട് വഴറ്റാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. സവാളയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചേരുവകൾ ചേർത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. അരപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പിലോളം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറും വരെ ഇതിങ്ങനെ യോജിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ ഇതിനകത്തോട്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഉപയോഗിക്കുന്ന കുരുമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളത് കൊണ്ടിട്ട് ഞാനത് പച്ചമുളക് സ്കിപ്പ് ചെയ്താണ്. അല്ലെങ്കിൽ എരിവ് കുറവുള്ള കുരുമുളകാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ഒതുക്കുമ്പോൾ 2-3 പച്ചമുളക് ആഡ് ചെയ്താലും മതി. ഈ സമയത്ത് നമ്മുടെ കരളൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കൂടി നമ്മൾ ഒരു 10-15 മിനിറ്റും കൂടി നമ്മളിതുപോലെ വേവിക്കാൻ വെക്കണം. 1/2 കുക്കായിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് കുക്കാവാനുണ്ട്. അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഇതൊരു ബ്രൗൺ കളറാവും വരെ നമ്മളിത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. ഇത് കണ്ടില്ലേ, നല്ല പോലെ വെള്ളമൊക്കെ വറ്റിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവ് നമുക്ക് മതിയാവും. ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുവാണ്. പിന്നെ ഇച്ചിരി എണ്ണയുടെ കുറവും കൂടി ഉണ്ട്, ഇച്ചിരി കൂടി ലേശം കൂടി എണ്ണ വേണം. അപ്പോൾ ഞാനിതുപോലെ നടുക്കോട്ട് ലേശം എണ്ണ ഒഴിക്കുവാണേ.
ഇനിയൊരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കിടന്ന് വേവണം. നമ്മൾ ചതച്ചതൊക്കെ കൂടി നമ്മുടെ ലിവറിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ നിന്ന് വേവണം. അതിനുശേഷം നമുക്ക് സെർവിങ് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഓൾറെഡി ഇവിടെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.